ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെയ്സിയാണ്. ഡെയ്സി അതിന് മഞ്ഞ നൂലുണ്ട്, പിന്നെ വെള്ളമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സ് ഉപയോഗിക്കാം, പക്ഷേ എൻ്റെ തീം ഡെയ്സിയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഡെയ്സീൻ്റെ ഇടയത്തെ ഒരു പാർട്ട് ഇത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് നൂല് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം. സ്ലിപ്പ് നോട്ട് ഇങ്ങനെ 3 വഴിയുണ്ട്. ആദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതാക്കാം. ഓക്കെ, എന്നിട്ട് മെല്ലെ വിടാം. എന്നിട്ട് വർക്കിംഗ് യാർഡ് ഇങ്ങനെ ഒരു ഫ്രാക്ഷന് പോലെ ഹാഫാക്കിയിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ടൈറ്റാക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടും കൂടി നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ കണ്ടോ ഒരു ലൂപ്പ് വരുന്നത്. എന്നിട്ട് ഈ നമ്മൾ ഈ വർക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതാണ് അത് ഇതിൻ്റെ ഇടയിൽ ഫ്രാക്ഷനായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഇങ്ങനെ ആക്കാം. അത്രയേ ഉള്ളൂ. ഇനി വേറൊരു വഴിയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിരലിൽ 2 പ്രാവശ്യം ഇങ്ങനെ കെട്ടാം. എന്നിട്ട് ആദ്യത്തത് ഇങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇനി ഈ നൂലില്ലേ, ഈ വർക്കിംഗ് ആണ്, അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കാം. അപ്പോൾ 2 ലൂപ്പ് നമ്മൾ കൈമാറി. ആദ്യത്തെ ഫസ്റ്റ് ലൂപ്പ് നമ്മൾ വിടാം. എന്നിട്ട് മറ്റേ ലൂപ്പിട്ട് ടൈറ്റ് ആക്കാം. ഓക്കെ, ഇത്ര. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലൂപ്പ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഹുക്ക് എടുക്കാം. ഹുക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4.5 മില്ലിമീറ്ററാണ്. നിങ്ങൾക്ക് 4.5 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹുക്ക് അതാണ് നിങ്ങൾക്ക് ഒന്നുകൂടിയും ബെറ്റർ ആവും. കാരണം നിങ്ങൾ കുറേ പ്രൊജക്ട്സ് ചെയ്യുന്ന ഒരു ഹുക്കേറ്റാണെങ്കിൽ ആ ഹുക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അല്ലെങ്കിൽ 4.5 മില്ലിമീറ്ററിന് എടുക്കാം. ഇനി നമ്മൾ 4 ചെയിൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം ബാക്ക് കൂടി പോയി ഈ കുളത്തിൻ്റെ താഴെ ഒരു നൂല് വരണം. അത് നമ്മൾ ലൂപ്പിനുള്ളിലൂടെ എടുക്കാം. ഇനി അങ്ങനെ 3 പ്രാവശ്യം. അപ്പോൾ 4 പ്രാവശ്യം ടോട്ടൽ പോയി ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, ഇനി ആദ്യത്തെ ഫസ്റ്റ് സ്റ്റിച്ച്, ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് പോകാം. ഇനി ഇവിടുന്ന് ഒരു നൂലെടുക്കുക. സിംഗിൾ ക്രോഷ്യ മതി, പക്ഷേ ഇനി നമ്മൾ നൂലെടുക്കത്തില്ല. ഈ ഫസ്റ്റത്തെ ലൂപ്പ് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെയ്യാം. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി നമുക്ക് 3 ചെയിൻ 3 ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ. ഓക്കെ, പക്ഷേ ഇനി നമുക്ക് ശരിക്കും ഒരു ഡബിൾ ക്രോഷ്യ എത്ര വേണ്ടത് 12 അപ്പോൾ ടോട്ടൽ നമ്മൾ ഫുള്ള് കഴിയുമ്പോൾ 13 തോന്നണം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന, ഇങ്ങനെ ആക്കിയിട്ട് ഈ സെൻറ്ററിൽ ഇവിടെ ആട്ടോ ചെയ്യുന്ന ആക്കിയിട്ട് ഉള്ളിലേക്ക് ഇടാം. ഇവിടെ നിന്ന് കൂടി ഇടാം. അപ്പോൾ 3 ലൂപ്പ് വരും. അതിൽ 2 ലൂപ്പിലേക്ക് കൊണ്ടുവരും. ഒന്നുകൂടിയും ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇനി ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിലിണ്ടറായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ചെയ്ത് കൊടുക്കുക. ലൂസാക്കി ചെയ്ത് കേട്ടോ, കുറച്ച് ടൈറ്റാക്കി ചെയ്യാം. ഇത് നമ്മൾ ഡബിൾ ക്രോഷ്യാണ്. ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് അറിയില്ല, ഞാൻ പറഞ്ഞില്ല ആദ്യം. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ 7 ഫസ്റ്റ് ഇപ്പം 3 ചെയിൻ കൂട്ടി നോക്കുമ്പോൾ 7 8
നമ്മൾ ഈ ചെയ്യുന്നത് കഴിയാനായിട്ടുണ്ട്. ഇനി ഒരു ഡബിൾ ക്രോഷനും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ 13 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ആ ചെയിൻ ഇതില്ലേ അതിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞെങ്കിൽ ഇതാ ആദ്യം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. നമ്മൾ എവിടെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പോവാം. ഇങ്ങനെ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇടാം. എന്നിട്ട് ഇവർ കൂടി ഒരു നൂല് ആ ഫസ്റ്റ് ആ സ്റ്റിച്ചിനുള്ള കൂടി ഇടാം. അപ്പോൾ 2 ലൂപ്പ് വരും. ആദ്യത്തെ ഫസ്റ്റ് ആ സെക്കൻഡ് ലൂപ്പിലേക്ക് പോവാം. എന്നിട്ട് ടൈറ്റാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു ചെയിൻ ചെയ്യാം. ഒരേ ഒരു ചെയിൻ എന്നിട്ട് നമുക്ക് നല്ല ടൈറ്റ് ആക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. മറ്റേ സെൻറ്ററത്തെ ആ ഭാഗത്തിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇങ്ങനെയാണ്. ചിലപ്പോൾ ഇടയിൽ ഒരു ഹോള് വന്നേക്കാം. അത് പ്രശ്നമുള്ളതല്ല, കാരണം ഇത് നമ്മൾ മാജിക് റിങ് ആയിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ ഹോള് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യും? ചിലവർ ഇവിടുന്ന് കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ലൂപ്പ് വലിച്ചിട്ട് ഈ എൻഡ് ഒരു വലിയ ലൂപ്പാക്കണം, ചെറിയതാക്കരുത്, അല്ലെങ്കിൽ വേഗം പോരും. ഇത്ര ആക്കിയിട്ട് നമ്മളിങ്ങനെ മുറിക്കും. എന്നിട്ട് മറ്റേ വർക്കിംഗ് ആണ് നമുക്ക് ഒന്ന് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. ഫസ്റ്റ് ആദ്യം ഇതുപോലെ കെട്ടാണ്. ഓക്കെ, ഈ സെൻറ്ററത്തെ ആ ഒരു ടെയിലും ഇപ്പം ഉണ്ടായ ടെയിലും ജസ്റ്റ് ഒന്ന് കെട്ടിയിടാം 2 പ്രാവശ്യം. അല്ലെങ്കിൽ എന്താവില്ല, നല്ലപോലെ കെട്ടുണ്ടാവില്ല, അതിങ്ങനെ പോരാന്നോ. അപ്പോൾ 2 കെട്ടിടാം, എന്നിട്ട് ടൈറ്റാക്കാം. എന്നിട്ട് നമുക്ക് മുറിക്കാം. നമുക്കിത് ഈ നൂലിൻ്റെ പീസസ് സേവ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഈ ചെറിയ ചെറിയ ടോയ്സ് ഇങ്ങനെ അമിഗുരുമിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനുള്ള മറ്റേ ആ സ്റ്റഫിങ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ യാൺ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കത് സേവ് ചെയ്യാം. അപ്പോൾ ഇതാ, അപ്പോൾ അതിൻ്റെ സെൻട്രൽ യോക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പെറ്റൽസാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡേസി ആയതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് യാണ് എടുത്തിട്ടുള്ളത്, ഒരു ഷിമ്മറിങ് ടൈപ്പാണ്. ഇനി നമ്മൾ ഈ ഒരു യോക്കില്ലേ അതിൻ്റെ ഏതെങ്കിലും ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് വെക്കാം. അപ്പോൾ ഏതെങ്കിലും ചെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ക്രോഷേൻ്റെ മേലുണ്ടാവില്ല ഒരു വി ടൈപ്പ്, അത് നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ളിൽ കൂടി നമ്മൾ ഹുക്ക് വെക്കാം. എന്നിട്ട് നമ്മൾ വൈറ്റ് യാണ് അല്ലെങ്കിൽ ഏതെങ്കിലും യാണ് എടുത്തിട്ട് അതിനുള്ളിലൂടെ ഇടാം. എന്നിട്ട് അത് വലിക്കാം. അപ്പോൾ ഇതിങ്ങനെ വരണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു കെട്ടെടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ആ ചെയിനിനുള്ളിൽ കൂടി തന്നെ പോവാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ ലൂപ്പ് നമുക്കായി. ഇനി നമ്മൾ 4 ചെയിൻ ചെയ്യാം. ഓക്കെ, സോ 1 2 3 4.
ഇനി നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റുക, എന്നിട്ട് അതിനുള്ളിലൂടെ ഇടുക. ഓക്കെ, ഇനി ഇവിടുന്ന് നൂറെടുക്കുക, ലൂപ്പിനുള്ളിൽ കൂടി വലിക്കുക. അപ്പോൾ 4 ഇതായില്ലേ. ഇനി നമ്മൾ 2 ഇടുന്നു, പിന്നെയും 2 ഇനി ഒന്ന് കൂടി. ഇപ്പോൾ നമുക്ക് 5 ഉണ്ട്. അതിന് നമുക്ക് ആദ്യം 2 പിന്നെ 2 പിന്നെ നമുക്ക് 3 ഉള്ളിലൂടെ. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ 3 ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ 2 പ്രാവശ്യം ചുറ്റുക അടുത്ത പെറ്റലാണിട്ട്, എന്നിട്ട് ലൂപ്പിനുള്ളിലൂടെ ഇടുക, എന്നിട്ട് നൂലെടുക്കുക. സ്ലോ ആക്കി ചെയ്യുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 ലൂപ്പാണ് നമുക്ക് വേണ്ടത്. 1 2 3 4. ഇനിയും എടുക്കുക, 2ൻ്റെ ഉള്ളിലൂടെ പിന്നെയും എടുക്കുക, 2ൻ്റെ ഉള്ളിലൂടെ ഒന്നും കൂടിയും 2 പ്രാവശ്യം 2 ഉള്ളിലൂടെ 2ൻ്റെ ഉള്ളിലൂടെ ഒന്നുകൂടിയും അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി 2ൻ്റെ ഉള്ളിലൂടെ 2ൻ്റെ ഉള്ളിലൂടെ. ഇനി നമുക്ക് ഇതിമേ ലൂപ്പ് 4 വേണ്ടത്. ഇത് ലൂപ്പായി കൺസിഡർ ചെയ്യട്ടോ. ഈ ചെറുത് അത് ഈ നൂലിൻ്റെ ആ ഒരു ഡിസൈനാണ്, അപ്പോൾ അത് ലൂപ്പല്ല. അപ്പോൾ 1 2 3 4. ഓക്കെ, 4. ഇനി നമ്മൾ നൂലെടുത്തിട്ട് ഈ എല്ലാ 4ൻ്റെ ഉള്ളിലൂടെ 4 ലൂപ്പിനുള്ളിലൂടെ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, 2 ചെയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ 2ാമത്തെ പെറ്റൽ ചെയ്യാൻ കാരണം ഫസ്റ്റത്തെ പെറ്റലിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് പെറ്റലും കാണിച്ചത്. സെക്കൻഡ് പെറ്റൽ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം ചുറ്റുക, ഇതിനുള്ളിലൂടെ ഇടുക, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കൊക്കെ ഒന്ന് റീപ്ലേ അടിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ നമ്മൾ ഡേയ്സി കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 കൂടിയും കൂട്ടി യോജിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ 4 ചെയിൻ
ചെയ്തില്ലേ, അതിനുള്ളിലൂടെ നമ്മൾ ഹുക്കിടാം. ഓക്കെ, ഇനി അവിടുന്ന് നൂലെടുക്കുക, മെല്ലെ ഉള്ളിലേക്ക്. ഇപ്പോൾ ഹുക്കുമ്പോൾ 2 ലൂപ്പുണ്ട്. ഇനി നമ്മളെന്താ നൂലെടുക്കാനാണോ? അല്ല, സിംഗിൾ ക്രോഷ്യ കേട്ടോ. നമ്മൾ ലൂപ്പത്തെ ഫസ്റ്റ് ലൂപ്പ് സെക്കൻഡ് ലൂപ്പിലേക്ക് കൊണ്ടിടാം. നമ്മൾ ടൈറ്റാക്കുക, എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ചെയിൻ വേണം. ഓക്കെ, ചെയിൻ എന്നിട്ട് നമ്മൾ ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ നിന്നാണല്ലേ കട്ട് ചെയ്യാറ്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങനല്ല, നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ലൂപ്പും ഒരു നൂലേക്ക്. അപ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനെ 2 വെൽഡ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ചെറിയ സ്ട്രാൻഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഒരു കെട്ട്. ഓക്കെ, ഇതിനാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഇത് മുറിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് തുന്നാണെങ്കിലും അങ്ങനെ ചെയ്യാം, പക്ഷേ ഞാൻ അവിടെ മുറിക്കുകയാണ് ചെയ്യുന്നത്, കാരണം നമ്മൾ അവിടെ ഓൾറെഡി കെട്ടിട്ടില്ലേ. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് മുറിക്കാം. കുറച്ച് അകലിച്ചിട്ട് അല്ലെങ്കിൽ പോരും കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ഡേസി. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, ഇത് നിങ്ങൾ ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡേസി. ഈ ഡേസിയിൽ നമുക്ക് വേണമെങ്കിൽ കീ ചെയിൻ ഉണ്ടാക്കാം, പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ഡേസി നമുക്ക് ഗ്രാനി സ്ക്വയർ ആക്കി എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ പറ്റും, പില്ലോ കവേഴ്സ്, പിന്നെ കാർഡിഗാൻ, ക്രോപ്പ് ടോപ്പ്, അങ്ങനെ കുറേ ഉണ്ടാക്കാൻ പറ്റും. ടോട്ട് ബാഗൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിന് പറ്റിയ നല്ലൊരു ക്യൂട്ട് ഫ്ലവറാണത്. പക്ഷേ നമ്മൾ ഈ ഒരു സെൻട്രൽ യോക്ക് മാജിക് റിങ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നല്ലതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിലേക്ക് കാണാം.